നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറന്നുയർന്ന വിമാനത്തിൽ ഗുരുതര തകരാർ. 2 വിൻഡോ ഇല്ലെന്ന ജീവനക്കാർ കണ്ടെത്തിയത് വിമാനം 14,500 അടിയോളം ഉയരത്തിലെത്തിയ ശേഷം ഒടുവിൽ സംഭവിച്ചത്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് ആ വിമാനത്തിൽ സുരക്ഷാ പരിശോധന നടത്താറുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഒരു വിമാനം യാത്രയ്ക്കായി പുറപ്പെടുന്നത്. എന്നാൽ പറന്നുയർന്ന ശേഷം ഗുരുതര തകരാറ് കണ്ടെത്തിയാലോ, അതും വിമാനം 14,500 അടിയോളം ഉയരത്തിലെത്തിയ ശേഷം. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ലണ്ടനിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് പറന്നുയർന്ന ടൈറ്റൻ എയർവേസിന്റെ ആഡംബര വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ജാലകങ്ങൾ, അതായത് 2 വിൻഡോ ഇല്ലായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 9 യാത്രക്കാരും 11 വിമാന ജീവനക്കാരുമാണ് സംഭവ സമയത്ത് ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഗുരുതര തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം എസെക്സിൽ ഇറക്കുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി എസെക്സ് വിമാനത്താവളത്തിൽ ഇറങ്ങുവോളം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച ജീവനക്കാർ ഇത് മറച്ചു പിടിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നത്. ജീവൻ കയ്യിൽ പിടിച്ചുള്ള സാഹസമായിരുന്നു ഇതെന്നും അന്വേഷണ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സിനിമാ ചിത്രീകരണത്തിനായി വിമാനം വിട്ടു നൽകിയിരുന്നുവെന്നും ഇതിനിടയിൽ സൂര്യോദയത്തിന്റെ മായാ കാഴ്ച സൃഷ്ടിക്കാൻ ശക്തിയേറിയ വെളിച്ചമുള്ള ചില ലൈറ്റുകൾ വിമാന ജാലകത്തിന് സമീപം വെച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. വിമാനത്തിന്റെ ജാലകത്തിൽ നിന്നും 10 മീറ്ററോളം അകലെ വേണം ഇത്തരത്തിലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കാനെന്നിരിക്കെ ചിത്രീകരണത്തിനിടെ 6 മീറ്ററോളം അടുത്ത് ഈ ലൈറ്റുകൾ വെച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെയാണ് ജാലകങ്ങൾ അടർന്നു പോയതെന്നും 2 എണ്ണം തകരാറിലായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം പറക്കലിനിടെ വിമാനത്തിന്റെ വാതിൽ തുറന്നുപോയ സംഭവം, ഇതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ യന്ത്ര തകരാറ് കാരണമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് വിമാന കമ്പനി ഔദ്യോഗികമായി ഇതിന്റെ കാരണമെന്തെന്ന് വ്യക്തമാക്കിയതെങ്കിലും യാത്രക്കാർ പറയുന്നത് പറന്നുയർന്ന ഉടൻ വിമാനത്തിന്റെ വാതിലുകൾ തുറന്നുപോയി എന്നാണ്. ഒക്ടോബർ 17 രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. നോർത്ത് അയർലൻഡിലെ ബെൽഫാസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. റയ എയറിന്റെ RK-178 വിമാനമാണ് ഇത്തരമൊരു അപകട സാഹചര്യത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയത്. ഇത്തരമൊരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന് വ്യക്തമല്ല. പക്ഷേ ഡോറിന് എന്തെങ്കിലും തകരാറുണ്ടായാൽ ഇങ്ങനെ സംഭവിക്കാം. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന തോന്നൽ ഉണ്ടായതായി ചില യാത്രക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിമാനത്തിന്റെ പൈലറ്റ് ഒരു വാതിൽ തുടർച്ചയായി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ജീവനക്കാർ ഞെട്ടലോടെ കരഞ്ഞു പോയേക്കും എന്ന ഭാവത്തിലായിരുന്നു. തികച്ചും ഭീതിജനകമായിരുന്നു അന്തരീക്ഷമെന്നുമായിരുന്നു യാത്രക്കാർ പ്രതികരിച്ചത്. അതേസമയം റയൻ എയർ വക്താവ് പറഞ്ഞത് ബെൽഫാസ്റ്റിൽ നിന്നും എഡിൻബർഗിലേക്ക് പറന്നുയർന്ന വിമാനം ചില ചെറിയ യന്ത്ര തകരാറ് മൂലം തിരിച്ചിറക്കി എന്നായിരുന്നു. വിമാനം സുരക്ഷിതമായി താഴെ ഇറക്കിയതായും യാത്രക്കാരുടെ അസൗകര്യം ഒഴിവാക്കുവാനായി ഏറെ വൈകാതെ തന്നെ പകരം വിമാനം ഒരുക്കിയതായും വക്താവ് അറിയിച്ചത്. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ വക്താവ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.